റൗണ്ട് അബൌട്ട് കണ്ടോ, നല്ല രസമില്ലേ? ഉദ്ദേശിക്കുന്ന ഒരാൾ പ്രായമുള്ള ഒരാളെ പിടിച്ചോണ്ട് പോകുന്ന അങ്ങനെ കുറച്ചുണ്ട് കേട്ടോ. നിലത്ത് വീണടക്കുന്ന ആളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന അങ്ങനെ കുറെ രൂപങ്ങള് ഇതുണ്ട് ഇവിടെ. ചിലതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങുകളാണ്. ഹോട്ടൽ വന്താര, ഇതൊക്കെ നല്ല ബിൽഡിംഗ് ആട്ടോ. അത്യാവശ്യം ഇതൊക്കെ ഇപ്പുറത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കണ്ടോ, ഉദയ്പൂർ ഇവിടെ നിന്ന് ഇനി 160 കിലോമീറ്റർ. അവിടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം ഒരേ ടൈപ്പ് കുറെ വില്ലകൾ കണ്ടായിരുന്നു. ഒരേ ടൈപ്പ്, അതായത് 2-3 വില്ല കണ്ടു. അതായത് ഇങ്ങനെ 2-3 വില്ല അല്ല, 2-3 കോമ്പൗണ്ടിലെ വില്ലകൾ കണ്ടു. അങ്ങനെ ഒരേ ടൈപ്പ് കുറെ വില്ലകള്. അതുകൊണ്ട് അവിടെ എന്തൊരു ഒരു കവാടം പോലെ ഉണ്ട് കേട്ടോ. അമ്പലം ഉള്ളിലേക്ക്, വലിയൊരു അമ്പലം. വലിയ അമ്പലം. ഇവിടെ അത്യാവശ്യം ഇങ്ങനെ കുറെ അമ്പലങ്ങൾ നല്ല അതാ ഞാൻ പറഞ്ഞ വില്ലകള്, കൊറേ വില്ലകൾ ഒരേ ടൈപ്പ് കണ്ടോ. വില്ലകൾ അതിന്റെ ഫ്രണ്ടിലൊക്കെ എന്തോ പണി നടക്കുന്നേ ഉള്ളൂ. കണ്ടോ, കുറച്ച് ഇപ്പുറത്തും വില്ലേക്ക് എന്തോ പണിതുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടോ, കാളവണ്ടിയൊക്കെ ഇതിലേ പോകുന്നുണ്ട് ഓപ്പോസിറ്റ് സൈഡിലൂടെ. നമ്മൾ കാള വണ്ടി അധികം ഇവിടെ കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പോഴാണ്. ഇതിപ്പോ കൃഷി സ്ഥലമായത് കൊണ്ടാണ് തോന്നുന്നു. കണ്ട ഇവിടെ ഉഴുതുമറിച്ചൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലമായത് കൊണ്ടൊക്കെയാണ് കാള അവിടെ നിന്നൊക്കെ പോകുന്നതാന്ന് തോന്നുന്നു. ഗോതമ്പാണ്, ഗോതമ്പ് പോലത്തെ ഒരു കൃഷി. ഗോതമ്പാന്ന് തോന്നുന്നു കണ്ടിട്ട്. വന്നിട്ട് ഇപ്പൊ ഫ്രണ്ടിലൊക്കെ മലയാ, റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡൊക്കെ താഴെ ഫുൾ ഇങ്ങനെ കണ്ടം മറിച്ചിട്ടേക്കുന്നതും കണ്ടു. ഇവിടെയൊക്കെ തേക്കാണെന്ന് തോന്നുന്നു. തേക്ക് മരമൊക്കെ സൈഡിൽ നിൽപ്പുണ്ട്. മാവുണ്ട്, പിന്നെ വേറെ വേപ്പുണ്ട്. അങ്ങനെ നമ്മൾക്ക് അറിയാവുന്ന മരങ്ങളൊക്കെ കുറെ ഉണ്ട്. പിന്നെ ഈ സൈഡിലൊക്കെ മലയാണ് കാണുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ബമ്പൊക്കെ വരുന്നിടത്ത് ഇങ്ങനെ ഭിക്ഷ യാചിച്ച് കൊറേ അമ്മൂമ്മമാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര വെയിലത്ത് അവരിരിക്കുന്നത് കണ്ടത്. പഴയ ടൈപ്പ് കെട്ടിട വീടൊക്കെ. ഇതൊരു അമ്പലം. കണ്ടോ, ലെഫ്റ്റ് സൈഡിലെ മല കണ്ടോ, നല്ല രസമുണ്ട്. ഫുള്ള് മരങ്ങളും കുറ്റിച്ചെടികളൊക്കെയാ. നല്ല പച്ചപ്പ് നിറഞ്ഞൊരു മരം. ഇത് കണ്ടോ, വിറകൊക്കെ ചുമന്നുകൊണ്ട് പോവുക സൈഡിൽ കൂടെ ആൾക്കാര്. നമ്മളപ്പം ഇങ്ങനെ വന്ന വഴിക്ക് നമ്മളിപ്പം ട്രാൻസ്ജെൻഡർ ഒക്കെ കണ്ട് ഇങ്ങനെ വഴിയിൽ അവര് നമ്മുടെ വണ്ടി ഇങ്ങനെ പിടിച്ചു നിർത്തും. അപ്പൊ നമ്മള് ചിലര് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കൈ കാണിക്കത്തേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ചിലര് നമ്മുടെ വണ്ടി ഇങ്ങനെ പിടിച്ചു നിർത്തും. പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല, നമ്മളിങ്ങനെ മാറ്റി അങ്ങ് കൊണ്ടുപോയാൽ മതി. ഇത് കണ്ടോ, ഒരാള് മറ്റേ കൊടിയൊക്കെ വെച്ച് നടന്നു പോവാ. ബാഗിന്റെ അവിടെ സൈഡിൽ കൊടിയൊക്കെ വെച്ചെന്തോ എന്തെങ്കിലും വഴിപാട് പോലെ ഇങ്ങനെ നടന്നു പോകുന്നതായിരിക്കും. പിന്നെ ഈ ടോൾ പ്ലാസകളിലും ഇവര് നിൽക്കും കേട്ടോ, ട്രാൻസ്ജെൻഡേഴ്സ്. ടോൾ പ്ലാസ നമ്മൾ ചെന്ന് ടോളിന്റെ അത് കയറി ഇറങ്ങുന്ന ആ സ്ഥലത്തും ഉണ്ടാവും. അവിടെ ഒന്നും പക്ഷെ പ്രശ്നമൊന്നുമില്ല. അവരിങ്ങനെ ചിലര് നിർത്തി പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ, ചിലര് കൊടുക്കുന്നുണ്ട്. ഇതിനെന്തോ ഒരു ദൈവിക സങ്കല്പം അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്, ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അർദ്ധനാരീശ്വരൻ അങ്ങനെ എന്തോ അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് വലിയ പിടുത്തമില്ല കേട്ടോ. നമ്മളപ്പം രാജസ്ഥാന്റെ ബോർഡർ എത്തി. ഇവിടെ വെൽക്കം ടു രാജസ്ഥാൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഫോർട്ടോ അങ്ങനെ എന്തോ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. പടമല്ലല്ലോ, ഇതൊക്കെയുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ യാത്രയിലെ 5ാമത്തെ സംസ്ഥാനത്തിലോട്ട് കടന്നു കേട്ടോ, രാജസ്ഥാൻ. അങ്ങനെ നമ്മള് രാജസ്ഥാൻ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കേറിയ ഇവിടെ ചെക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. അവിടെ ഒന്നും ഇല്ല, ജസ്റ്റ് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പോലീസിനെ ഒന്നും കണ്ടില്ല. വെൽക്കം ടു
രാജസ്ഥാൻ എന്നൊക്കെ ബോർഡ് വെച്ചിട്ടേ ഉള്ളൂ. ഇനി ചിലപ്പം ഇങ്ങോട്ട് പോകുന്ന വഴി കാണുമായിരിക്കും. ഇവിടെ ഇപ്പൊ രാജസ്ഥാൻ കയറിയപ്പോ ഫുള്ളൊരു മല അങ്ങനത്തെ ഒരു സംഭവം കേട്ടോ. ചുറ്റിനും മല. ചുറ്റിനും മല. കൊറേ വീടുകളും അതും ഇതൊക്കെ ഉണ്ട് ഇങ്ങനെ സൈഡിലൊക്കെ. എല്ലാം ഫുള്ള് ചുറ്റും മലയാട്ടോ. കണ്ടോ? ഇത് കണ്ടോ, ഇവിടെ എത്തിയപ്പോ ബിൽഡിംഗ് ഒക്കെ വേറെ രീതിയായി. ഗുജറാത്തിൽ നിന്ന് മാറി. അതായത് ഒരു നമ്മൾ ഈ ഉദയ്പൂർ എന്നൊക്കെ പറയുമ്പോ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ബിൽഡിംഗ് അല്ലേ, ആ ഒരു ടൈപ്പായി ബിൽഡിംഗ്. ഹോട്ടലൊക്കെ ആണെങ്കിലും ആ ഒരു പാലസ് മോഡലൊക്കെ ആയിട്ട് കാണിക്കാം. ഇപ്പൊ വരുമ്പോ ഒരു പാലസ് ടൈപ്പിലുള്ളൊരു ഇങ്ങനത്തെ ഒരു കളറും മാറി, ഒരു റോയൽ ടച്ച് ഒക്കെ ഉള്ള പോലത്തെ ആർക്കിടെക്ചർ രീതി ഫുള്ള് മാറി, വേറെ രീതിയിലായി. പിന്നെ ഫുള്ള് മല, രണ്ട് സൈഡിലും മല, നടുക്കൂടെ റോഡ്. നല്ല രസമാട്ടോ. നമ്മൾ ഓരോ സംസ്ഥാനത്തിന് വേറെ സംസ്ഥാനത്തിലേക്ക് കയറുമ്പോ ലാൻഡ്സ്കേപ്പ് മാറുന്നു, പിന്നെ ആണെങ്കിൽ ആൾക്കാര് മാറുന്നു, പിന്നെ നമ്മുടെ കൃഷി മാറുന്നു, ചായ മാറുന്നു, ഫുഡ് മാറുന്നു. വേണ്ടോ, ഇവൻ ഇവിടുന്ന് പോയി അവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്താൽ കണ്ടോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നുണ്ട്. അവിടുന്ന് വന്ന കണ്ടോ, അങ്ങനെ ഓവർടേക്ക് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ ചെയ്യുമ്പോഴത്തേന് ഇതുപോലെ ഇവര് തിരിച്ചു വരുവാണെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാകാൻ ഭയങ്കര സാധ്യത കൂടുതലാണ്. വഴിയില്ലാത്ത വഴി ഇടക്കൂടെ കുഴി കൂടെ ഒക്കെ ചാടിച്ചോണ്ട് പോവാ. നമ്മൾ ഈ ലോറികളുടെ ഇടയിൽ പെട്ടുപോയി. നമ്മള് 3 ലോറി ഒരു ബസ്. ഓരോ സ്റ്റേറ്റിൽ കയറുമ്പോഴും ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ഇതെന്തോ ചുരം കയറുന്നതിന്റെ അല്ലെങ്കിലും കേറ്റവാ, മലയും കേറ്റമൊക്കെ ആയതുകൊണ്ട് ലോറികളൊക്കെ പതുക്കെയാ പോകുന്നത്, ഭയങ്കര പതുക്കെ. റോഡ് ബ്ലോക്ക് ആട്ടോ, ലോറി എന്തോ മറിഞ്ഞു കിടക്കും. അപ്പം കുറച്ചു നേരമായി നമ്മളിങ്ങനെ നിന്നാ പോകുന്നത്. കണ്ട, ലോറി ഇങ്ങനെ മറിഞ്ഞു വീണ് കിടക്കുക. അപ്പുറത്തെ സൈഡിൽ നിന്ന് വന്ന ഇത് ബ്രേക്ക് ചെയ്ത് ഇപ്പുറത്തേക്ക് വീണ് മറിഞ്ഞതാ. അപ്പുറത്തെ സൈഡിൽ നിന്ന് വന്ന ലോറിയാ. ആൾക്കാരൊക്കെ ഇത് അടിച്ചു മാറ്റാൻ നിൽക്കുമായിരിക്കും. കണ്ട, അതാ വേറെ വണ്ടി വന്ന് കയറ്റുവാണ്. ഉറങ്ങിപ്പോയതോ അല്ലായിരിക്കും. ഇത് കണ്ടോ, ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അത് മറ്റേ ടൈപ്പ് ആർക്കിടെക്ചർ, ജയ്പൂർ രാജസ്ഥാൻ ടൈപ്പ് ആർക്കിടെക്ചറാ ചെയ്തിരിക്കുന്നത്. ഫുള്ള് മലകളാ കേട്ടോ. മലയുടെ മുകളിൽ ചെറിയ ചെറിയ വീടുകളും പിന്നെ വലിയ വീടുകളും അങ്ങനെയൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാ. നമ്മളപ്പോ രാജസ്ഥാന്റെ ഫസ്റ്റ് ടോൾ എത്തിയേ. ഇവിടെ 185 നമ്മളപ്പം നമുക്ക് ഇനി പ്രശ്നമില്ല. നമ്മള് മറ്റേ 1 ഇയർ പാസ് എടുത്താണ്. 1 ഇയറിന്റെ എടുത്തത് കൊണ്ട് കുഴപ്പമില്ല. 185. ഫ്രണ്ടില് ഫുള്ള് മലകളാ കേട്ടോ. ഫ്രണ്ടില് സൈഡിലൊക്കെ കണ്ടോ ഫുള്ള് മലകളാണ്. കണ്ടോ, ഇവിടെ നിലത്തിട്ടൊക്കെ എന്തോ വിൽക്കുവാന്ന് തോന്നുന്നു. എന്തോ റോഡിന്റെ നടുക്ക് വെച്ചിരിക്കുന്ന കൊറേ സാധനങ്ങള്. വിൽക്കുന്നൊന്നുമല്ല, എന്തോ ചാക്കിലും ബാഗൊക്കെ കെട്ടി വെച്ചിരിക്കുവാ. നമ്മളപ്പം
ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കിയൊക്കെ കഴിക്കുവാണ്. ഇത് കപ്പലണ്ടി, നമ്മുടെ കപ്പലണ്ടി മിഠായി പോലെ തന്നെ. പിന്നെ വേറെ സംഭവം ഉണ്ടായിരുന്നേ, മറ്റേ ചിക്കിയിൽ തന്നെ പല ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ M&M മിഠായി, അതൊക്കെ. ഇനി കുറച്ച് നേരം ഇതൊക്കെ കഴിച്ചിരിക്കാം നമുക്ക്. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് വലിയ മലകളും മലയുടെ പൊക്കത്തും മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വീടൊക്കെ മലയുടെ പൊക്കത്താണ്, ചെറിയ വീടും. നല്ല രസം കാണാൻ വേണ്ടിയിട്ടൊക്കെ. അതിട്ട് ഈ മലയുടെ പൊക്കത്ത് വീടും പിന്നെ ചെറിയൊരു തടാകം പോലെയൊക്കെ അതിന്റെ ചുറ്റും, അങ്ങനെയൊക്കെ കാഴ്ചകളാണ് ഇവിടെ ഫുള്ള്. അതൊക്കെ റോഡിന്റെ റൈറ്റ് സൈഡിലായിരുന്നു, അപ്പുറത്തെ വശത്തായിരുന്നു. റൈറ്റ് സൈഡിലായിരുന്നു ആ തടാകമൊക്കെ നമ്മൾ കണ്ട്. നമുക്ക് നിർത്താൻ പറ്റത്തില്ലല്ലോ, ഹൈവേ ആയതുകൊണ്ട്. ഹൈവേ ഇപ്പം നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നത്, ആ സൈഡിന്റെ അപ്പുറത്തായതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് തിരിക്കാനോ ഒന്നും ഇറങ്ങാനോ ഒന്നും പറ്റത്തില്ല. ഇവിടൊക്കെ ചെറിയ ഓരോരോ മരങ്ങളായിട്ടൊക്കെ നിൽക്കുന്നുണ്ടോ? കണ്ടോ, മലയുടെ പൊക്കത്ത് തന്നെ മരങ്ങൾ പല പല സ്ഥലത്തായിട്ടൊക്കെ നിൽക്കുന്നത്, ഓരോ മരങ്ങളായിട്ടൊക്കെ. ഫുള്ള് മലകളാണ് ഇവിടെ. ഇപ്പൊ നമ്മള് രാജസ്ഥാൻ കേറിയിട്ട് ഫുള്ള് മലകൾ മാത്രം. ഇത് കണ്ടോ, ഇവിടെ എന്തോ പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട്, സ്കൂൾ പിള്ളേരാണ് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നത്. ഇത് കണ്ടോ, കുഞ്ഞു പിള്ളേരൊക്കെ നടന്നു പോകുന്നു. ഇത് കണ്ടോ ലെഫ്റ്റ് സൈഡിൽ, അയ്യോ ഇതെന്തോ കൊട്ടാരം പോലെ ഉണ്ട്. ഇത് കണ്ടോ, ഇതെന്താന്നുള്ളതിന്റെ ബോർഡ് ഒന്നും വെച്ചിട്ടില്ല. വരുന്നുണ്ടോ കുട്ടി? ഞങ്ങളെ അപ്പൊ ഇത് കണ്ടോണ്ട് ഇവിടോട്ട് ഇറങ്ങിയതാ കേട്ടോ. ഇതെന്താ നോക്കാനൊക്കെ, കയറാൻ പറ്റുമോ എന്താന്നൊക്കെ നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. ചോദിച്ചു നോക്കാം ഇവിടെ ഇത് കയറാൻ പറ്റുമോ എന്ന്. ഇത് കണ്ടോ, ഓ ഇത് ഭയങ്കര രസമുണ്ട് കാണാൻ കേട്ടോ. അപ്പോഴേ ഞങ്ങൾ ഇങ്ങനെ അകത്ത് കയറി കേട്ടോ. ഞാനിവിടെ വന്ന ഫ്രണ്ടിൽ സെക്യൂരിറ്റി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം പുള്ളിയോട് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞ് വണ്ടി അകത്തിട്ടോ നിങ്ങൾക്ക് അകത്ത് കയറാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വണ്ടി ഇട്ടിട്ട് അവിടെ ഒരു എൻട്രി പോലെ എഴുതണമായിരുന്നു. അപ്പം ഞങ്ങൾ എത്ര പേരുണ്ടെന്നൊക്കെ എഴുതി. ഫ്രീ ആണ്, ഒരു ഇതുമില്ല, കയറാം നമുക്ക്. ഇത് ജെയിൻ ടെമ്പിളാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം അമ്പലം. നമ്മളപ്പം സ്റ്റെപ്പ് കയറുക. സ്റ്റെപ്പ് ഭയങ്കര വെയിലുണ്ട് കേട്ടോ. കുറച്ച് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം കയറാനുള്ള സ്റ്റെപ്പുണ്ട്. നമ്മളപ്പം അവിടുന്ന് ഇറങ്ങി. അവിടെ അകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഫ്രണ്ടിൽ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തു. നമ്മൾ ഇറങ്ങുക. അപ്പം നമ്മൾ ഉദയ്പൂർ എത്താൻ നമ്മൾക്കിനി 1 അവർ, ഏകദേശം 1 അവറും കൂടെ ഉണ്ട്. ഇത് കണ്ടോ, നമ്മളിവിടെ നിന്നപ്പോൾ ഒരു പട്ടി വന്നേ. നമ്മളിവിടെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നതാണ്. അപ്പം ഇവനിങ്ങനെ നടന്ന് വന്നതാ. വാ ബിസ്ക്കറ്റ് തരാം, വാ വാ. വാടാ. വാ 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 ഓടിവാ. കല്ലേ വെച്ച് കൊടുക്കും. ഇവന് ബിസ്ക്കറ്റ് ഇഷ്ടല്ലേ? എടേ മണം പിടിക്കുന്നു. ഇങ്ങോട്ട് വാ. ബാടാ അതേ മണം പിടിക്കുന്നു. ബാടാ വാ. അവന് ബിസ്ക്കറ്റ് ഇഷ്ടമല്ല. എന്നാ ബാ നമുക്ക് കഴിക്കാം. അവനതിൻ്റെ ഇടയ്ക്ക് എന്താ മണം പിടിക്കാൻ പോയത്? അല്ല, മാറ്റി വെച്ച് കഴിക്കാനായിരിക്കും.
എന്നാലും മാറി നിന്ന് ചിലപ്പം കയറി കടിച്ചെങ്കിൽ ഒരു വളർത്തൊന്നും അല്ല ഏതായാലും വയറൊട്ടി കിടക്കണം. അങ്ങനെ ഇനി നമ്മൾ എവിടെ വെച്ച് കണ്ടാലും അറിയും കുട്ടികളങ്ങനെ. നമുക്ക് എത്ര നേരമുണ്ട്? അരമണിക്കൂറേ ഉള്ളു. നമ്മൾ ഇന്ന് നേരെ ഉദയ്പൂരിലേക്ക് പോകും. അവിടെ നിന്ന് പൂജയൊക്കെയുള്ള അമ്പലമാണെന്നാ പറഞ്ഞ കേട്ടോ. ജെയിൻ ടെമ്പിൾ ആണ്. എന്തായിരുന്നു? ഗുരു മഹാരാജാണ് അതിലുള്ളതെന്നാണ് പറഞ്ഞത്. നമ്മളതൊക്കെ കണ്ട് ഇറങ്ങി. ഇത് കണ്ടോ, ഇവിടെ ഒരു കവാടം പോലെ. ഇത് എനിക്ക് തോന്നുന്നു എന്തോ റിസോർട്ട് പോലത്തെ സംഭവം. അത് റൂംസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. ഇവിടെ ട്രാക്ടറൊക്കെ ഉണ്ട് കേട്ടോ. ചിലതൊക്കെ ചെറിയൊരു ഡെക്കറേഷൻ ഒക്കെ ഉള്ളു. നമ്മള് കർണാടക കണ്ട അത്രയും ഡെക്കറേഷൻ ഒന്നും ഇല്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല രസമാണ് പുറത്ത് നിൽക്കാൻ. തണലത്ത് നിക്കണമെന്നേ ഉള്ളു. വെയിലത്ത് നിന്നിട്ട് കാര്യമില്ല, തണലത്ത് നിന്ന് അത്യാവശ്യം നല്ല തണുപ്പ്. കണ്ട ഇവിടുത്തെ ഹോട്ടലും ഇതെല്ലാം ഇങ്ങനത്തെ ഒരു ടൈപ്പാ. അവിടെ കണ്ടോ സോളാർ പാനലുകൾ വെച്ചേക്കുന്നത്. സോളാർ പാനൽ അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. കുറേ സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. ഈ മലയുടെ സൈഡിലായിട്ട് കാണാം. ഈ തണുപ്പുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ക്ഷീണം തോന്നത്തില്ല എവിടെയെങ്കിലും ഇറങ്ങി എന്തെങ്കിലുമൊക്കെ കാണാൻ പോയാലും. ഇനി നമുക്കിപ്പം ഉദയ്പൂർ ഇവിടെ 13 കിലോമീറ്റർ കാണിക്കുന്നത്. ഇവിടെ ഒരു ഇന്ത്യൻ ഫ്ലാഗ് വലുത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ പറന്ന് ഇരിക്കുക. വലിയൊരു ഫ്ലാഗ് അത്. റൈറ്റ് സൈഡിലെ ബിൽഡിംഗ് ഉണ്ടോ? ഇത് കണ്ടോ, ഒരു പാലസ് പോലത്തെ ഒരു ബിൽഡിംഗ്. പ്രോപ്പർ ഉദയപൂറായി കേട്ടോ. നമ്മൾ സിറ്റി പാലസിൽ എത്താറായി. ഒരു 10 മിനിറ്റേ ഉള്ളു. 2.5 കിലോമീറ്റർ. ഇവിടെ സൈഡിലൊക്കെ അതേ മറ്റേ കമ്പിളിക്കടകൾ, പുതപ്പൊക്കെ വിൽക്കുന്ന കടകളും ഒക്കെ ഉണ്ട്. ആള് ക്രോസ് ചെയ്യുന്നു. ഇവിടെ ഒരു നല്ല രസമുള്ളൊരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. പഴയ ടൈപ്പ് ബിൽഡിങ് ലെഫ്റ്റ് സൈഡിൽ. ഇതിപ്പം ഉപയോഗിക്കുന്ന ഉണ്ടോന്നറിയില്ല. എല്ലാം ജനലും എല്ലാം അടഞ്ഞൊക്കെ കിടക്കും. ജനലിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിയിരിപ്പുണ്ട്. അതിന്റെ ഫ്രണ്ടിലൊരു അമ്പലം പോലെയുണ്ട്. എന്താന്നറിയില്ല. റൈറ്റ് സൈഡിൽ വണ്ടേലോട്ടൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ബിൽഡിങ്ങുകളാണ്.